ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഈ കഴിഞ്ഞ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി മോഡൽ എക്സാമിനേഷൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, കൊമേഴ്സിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒറ്റ വീഡിയോയിൽ പറ്റാത്തതുകൊണ്ട് നമ്മളിത് 2-3 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളിത് മുഴുവൻ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഫോളോ ചെയ്യേണ്ടതാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി സെറ്റ് എ ആൻഡ് ബി ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ഡാഷ് എന്നാണ് ചോദ്യം. ഇവിടെ തന്നിട്ടുണ്ട് എയും ബിയും 2 സെറ്റാണ്. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെന്ന് അവർ പറയുന്നുണ്ട്. എയും ബിയും 2 സെറ്റാണ്. എ എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ്സെറ്റാണ്. അങ്ങനെയെങ്കിൽ എ യൂണിയൻ ബി എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. എ ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എ യൂണിയൻ ബി എന്തെന്ന് കിട്ടും? ബി എന്ന് കിട്ടും. എ യൂണിയൻ ബി, ബി ആണ് വലിയ സെറ്റ്. എ സബ്സെറ്റ് ആയതുകൊണ്ട് ബിക്ക് അകത്തായിരിക്കും എ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? ബി തന്നെയായിരിക്കും ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ഡ്രോ ദി വെൻ ഡയഗ്രാം ഓഫ് ബി മൈനസ് എ. എ സബ്സെറ്റ് ഓഫ് ബി ആണ്. അപ്പം സബ്സെറ്റായിട്ട് നമ്മൾ എങ്ങനെ വരയ്ക്കുന്നത്? വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ഒരു റെക്ടാങ്കുലർ ഷേപ്പ് വരയ്ക്കുക. അതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. അതിന് അകത്ത് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. ബി എന്ന വലിയ സെറ്റും എ അതിനകത്തൊരു സബ്സെറ്റ്. അപ്പോൾ ബി എ എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ്സെറ്റ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് വേണ്ടത് എന്തുവാ? ബി മൈനസ് എ. ബിക്കകത്ത് എ ഒഴികെയുള്ളത്. എ ഒഴികെയുള്ളതെന്ന് പറഞ്ഞ പോർഷൻ ഏതാ വരുന്നത്? എൻ്റെ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതാണ് നമ്മുടെ ബി മൈനസ് എയുടെ വെൻ ഡയഗ്രാം. ബി എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യമാണ്, എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ്. എ ഇൻ്റർസെക്ഷൻ, എയും എയുടെ കോംപ്ലിമെൻറ്റൂടെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും എന്തായിരിക്കും കിട്ടുന്നത്? 5 ആയിരിക്കും കിട്ടുന്നത്. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ പറയാം. എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് എടുക്കുമ്പോൾ എന്ത് വരും? എയും എ ഒഴികെ ഉള്ളതും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കും കിട്ടുന്നത്? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. യൂണിവേഴ്സൽ സെറ്റ്. നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിഫൈൻ സിഗ്നം ഫംഗ്ഷൻ. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ കുറേ ഫംഗ്ഷൻസുകൾ, അതിൻ്റെ ഗ്രാഫും അതിൻ്റെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഡിഫൈൻ സിഗ്നം ഫംഗ്ഷൻ. അത്തരത്തിലൊരു ഫംഗ്ഷനാണ് എന്തെന്ന് പറഞ്ഞാൽ സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ ഈസ് ഡിഫൈൻ സൈൻ ഓഫ് എക്സ്. എന്താ പറയുന്നത്? 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, 0 ഇഫ് എക്സ് ഈക്വൽ ടു 0, -1 ഇഫ് എക്സ് ലെസ് ദാൻ 0. എന്താ അതിൻ്റെ ഗ്രാഫ് അങ്ങനെ വരും? ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 0ൽ കൂടുതലാണെങ്കിൽ, 0ൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത്? ഈ പോർഷൻ. എക്സ് ആക്സിസിൽ 0ൽ കൂടുതലാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്തായിരിക്കും? +1 ആയിരിക്കും. പോസിറ്റീവ് 1ൻ്റെ അവിടെ ആയിരിക്കും നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഇനി അടുത്ത് 0ൽ താഴെ, എക്സ് ആക്സിൽ 0ൽ താഴെ ഉള്ളതാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്തായിരിക്കും? -1. -1 ആണിത്. -1ന് നേരെയുള്ള ആയിരിക്കും നമ്മുടെ ഗ്രാഫ്. 0 ആണെങ്കിലോ 0ലായിരിക്കും നമ്മുടെ പോയിന്റ്. 0 ആണെങ്കിൽ 0ത്തിന്. റൈറ്റ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. അതായത് സിഗ്നം ഫംഗ്ഷൻ്റെ ഡൊമൈൻ ആൻഡ് റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. സിഗ്നം ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താ? ഏത് വാല്യൂ വേണേലും നമുക്ക് ഇട്ട് കൊടുക്കാം. എക്സിന് ഏത് വാല്യൂ വേണേലും നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡൊമൈൻ എപ്പോഴും എന്തായിരിക്കും? R. ഏത് റിയൽ നമ്പർ വേണേലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത റേഞ്ച് ആണെങ്കിലോ 1, 0, -1. നമുക്ക് ഏത് ഇട്ട് കൊടുത്താലും നമുക്ക് ഉത്തരവായിട്ട് ഒന്നി +1 അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ -1. അത് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് 1, 0, -1 ആയിരിക്കും റേഞ്ച്. അടുത്ത നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ ഹൗ മെനി വേസ് ക്യാൻ 6 പേഴ്സൺ സ്റ്റാൻഡ് ഇൻ എ ക്യൂ. ഒരു ക്യൂവിൽ 6 പേഴ്സൺസിന് എങ്ങനെയൊക്കെ മാറി മാറി നിൽക്കാം, എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് നിർത്താം എന്നുള്ളതാണ് ചോദ്യം. പെർമ്യൂട്ടേഷനിലെ ഒരു ചോദ്യമാണ്. 6 ഫാക്ടോറിയലാണ് അതിൻ്റെ ഉത്തരം. 6 പേഴ്സൺ ആണെങ്കിൽ 6 ഫാക്ടോറിയൽ 6, 5, 4, 3, 2, 1 ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? അതായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ഇൻ ഹൗ മെനി 3 ഡിജിറ്റ് ഈവൻ നമ്പർ ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ഡിജിറ്റ് 1, 2, 3, 4, 5, 6, 7 ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ വേണം. അപ്പോൾ 3 ഡിജിറ്റ് നമ്പറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? തൽക്കാലം നമുക്കിങ്ങനെ 3 ഡിജിറ്റ്, 3 ഡിജിറ്റ് ഉണ്ട്. അതിനകത്ത് 3 ഡിജിറ്റ് ഈവൻ നമ്പർ എന്ന് കൊടുത്തിരിക്കുന്നത്. ഈവൻ നമ്പർ, ഈ നമ്പേഴ്സ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ഈവൻ നമ്പേഴ്സ് ആകുമ്പോൾ ഈവൻ നമ്പേഴ്സ് 2, 4, 6 ഈ 3 ഏതെങ്കിലും ഒന്ന് ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? 3 പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ വൺസിൻ്റെ പ്ലേസിൽ 1, 2 വരണം, അല്ലെങ്കിൽ 4 വരണം, അല്ലെങ്കിൽ 6 വരണം. ഈ 3 പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 പോസിബിലിറ്റി. ക്വസ്റ്റ്യന് ബാക്കിയുണ്ട്, നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ് എന്ന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്, നോ ഡിജിറ്റ് റിപ്പീറ്റഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എഴുതി. മൊത്തത്തിൽ നമുക്ക് 7 ലെറ്റേഴ്സ് ഉണ്ട്, 7 നമ്പേഴ്സ് ഉണ്ട്. ഈ 7 നമ്പറിൽ 3 മാത്രമേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. ഓൾറെഡി ഒരെണ്ണം നമ്മൾ ഇവിടെ എഴുതി. ഇനി അതിനകത്തുനിന്ന് കുറച്ച് 6 ഇവിടെ എഴുതാൻ പറ്റത്തുള്ളൂ. ഇവിടെ 2 എടുത്ത് എഴുതിയത് നമുക്ക് ഇപ്പുറത്ത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായി? 5 പോസിബിലിറ്റി ഇവിടെ വരത്തുള്ളൂ. 5 × 6 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ആയിരിക്കും നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഫോക്കസ് ആക്സിസ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് റെക്റ്റം ഓഫ് ദി പാരാബോള x² ഈസ് ഈക്വൽ ടു -12y. നമുക്കിവിടെ ഒരു പാരാബോളയുടെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. പാരാബോളയുടെ ഇക്വേഷൻ x² ഈസ് ഈക്വൽ ടു -12y എന്നുള്ളൊരു പാരാബോളയുടെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് x² ഈസ് ഈക്വൽ ടു -4ay. വൈ ആക്സിസിലുള്ള ഒരു പാരാബോളയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? x² ഈസ് ഈക്വൽ ടു, x² എന്ന് വരുന്നതുകൊണ്ട് -4ay ആയിരിക്കും. വേണ്ടേ? ഈ 2 ഇക്വേഷൻ കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. -12 വരും ഇവിടെ എന്താ? -4. അപ്പോൾ -4 ഈസ് ഈക്വൽ ടു -12. ഈ -2 നമുക്കത് കട്ട് ചെയ്യാം. പിന്നെ 4a ഈക്വൽ ടു 12, a ഈക്വൽ ടു 3 വരും.
അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഫോക്കസ് എന്ത് കിട്ടും? ഇത് y ആക്സിസിലായതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 0 -3 നെഗറ്റീവാണ്, അതുകൊണ്ട് 0 -3 x ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി അടുത്ത ഡയറക്ട്രിക്സ് y ഈസ് ഈക്വൽ ടു 3 എന്നുള്ളതായിരിക്കും ഡയറക്ട്രിക്സ്. കാരണം എന്തുകൊണ്ടാണ്? ഈ പരാബോള y ആക്സിസ് കിടക്കുന്ന ഒരു പരാബോളയാണ്, അതുകൊണ്ട് y ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. ലാറ്റസ്റ്റ് റെക്റ്റം എന്താണ്? മോഡ് 4a എന്ന് വരും. മോഡ് 4a ആയിരിക്കും ലാറ്റസ്റ്റ് റെക്റ്റം. എത്ര? നമുക്ക് 3 എന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 × 3 വിച്ച് ഈസ് ഈക്വൽ ടു 12 ആയിരിക്കും ലാറ്റസ്റ്റ് റെക്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് 3 ഡയമെൻഷൻ ജോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ. ദി ഒക്ടന്റ് ഇൻ വിച്ച് ദി പോയിന്റ് 2 - 5 - 7 ലൈ 2 - 5 - 7 ഏത് ഒക്ടൻറ്റിലായിരിക്കും? 2 - 5 - 7 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 2 x ആക്സിസിലാണ്, -5 y ആക്സിസിലാണ്, -7 z ആക്സിസിലാണ്. x ആക്സിസിൽ അപ്പോൾ x O. ഇനി അടുത്ത -5 -5 എന്ന് പറഞ്ഞാൽ y ഡാഷ്. അടുത്ത -7 എന്ന് പറയുമ്പോൾ z ഡാഷ്. അപ്പോൾ ഏതായിരിക്കും ഉത്തരം? മൈനസ് വരുമ്പം ഡാഷ് ഡാഷ് ഇട്ട് എഴുതും. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? സി ആയിരിക്കും.